Meet the editors. പ്രതിപക്ഷം തെരുവിലേക്കോ എന്നതാണ് നമ്മുടെ ചോദ്യം. ആദ്യം പി. സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ കുറേ കാലമായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തനമായി നിൽക്കുകയാണ്. സുനിൽ, ഇങ്ങനെ ഒരു സമരത്തെ നേരിടുന്ന രീതി ഈ അടുത്ത കാലത്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. ആ സമരങ്ങൾ ഡൽഹിയുടെ രാഷ്ട്രീയത്തെ മാറ്റിയിട്ടുണ്ട്. ഡൽഹിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്ത സമരം എന്ന് പറയുന്ന 2012 നടന്നിട്ടുള്ള അന്നത്തെ UPA സർക്കാരിനെതിരെയുള്ള കൽക്കരി 2G സ്പെക്ട്രം അഴിമതിക്കെതിരെ നടന്ന അണ്ണാ ഹസാരിയുടെ സമരം, അതുപോലെ തന്നെ ഡൽഹിയിലൊരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായപ്പോൾ നടന്നിട്ടുള്ള നിർഭയ സമരം, ഇതൊക്കെ ഡൽഹിയെ പിടിച്ചുകുലുക്കിയ സമരങ്ങളായിരുന്നു. അതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള സമരങ്ങളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാലോ, അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഡൽഹിയിലെ സമരം, അന്ന് അവിടെ രാംലീല മൈതാനിയിലായിരുന്നു ആ വലിയ സമരങ്ങൾ നടന്നിട്ടുള്ളത്. അന്ന് ആ സമരം നടന്ന ദിവസം ആ സമരത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനായി ഇന്ദിരാഗാന്ധി ചെയ്തത് ദൂരദർശനിൽ ബോബി എന്ന സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സമരത്തെ അന്ന് അട്ടിമറിക്കാനുള്ള നീക്കം അന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ തന്നെ നടത്തിയത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഒരു വലിയ സമരമാണ്. ആ വലിയ സമരം എന്ന് പറയുന്നത് ഒരു മിന്നൽ സമരം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. ഇതൊരു മിന്നൽ സമരമായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സമരം എന്നത് കോൺഗ്രസിൻ്റെ പദ്ധതിയിൽ ഇല്ലായിരുന്നു. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലെത്തിയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കർണാടക മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ MP മാർ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവരെല്ലാവരും തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജാജി മാർഗിലെ വസതിയിലാണ് എത്തിയത്. ഈ രാജാജി മാർഗ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ലോക് കല്യാൺ മാർഗിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഈ വിരുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയാണ് നമ്മൾ മോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്നലെയാണ് CJP വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധ മാർച്ച് പാർലമെൻറ്റിലേക്ക് നടന്നത്. ആ മാർച്ചിനെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നോക്കിയാൽ അറിയാം. അതിക്രൂരമായിട്ടാണ് പോലീസ് വിദ്യാർത്ഥികളെ, യുവാക്കളെ വേട്ടയാടിയത് എന്ന് തന്നെ പറയാം. പെൺകുട്ടികളുടെ മുഖത്തടിക്കുന്നു, ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു, ആളുകളുടെ തല നോക്കിയാണ് പോലീസ് അടിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളാണ്, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളാണ്, അവരുടെ തല നോക്കിയാണ് പോലീസ് അടിക്കുന്നത്. തലയോട് പൊട്ടി നിരവധി കുട്ടികൾ ഡൽഹിയിലെ രാംലീല രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. തലയോട് പൊട്ടി ഗുരുതരാവസ്ഥയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അങ്ങനെ അതിക്രൂരമായിട്ടാണ് മഫ്തി വേഷത്തിൽ, സിവിൽ വേഷത്തിൽ പോലീസ് ഇവർക്കിടയിലേക്ക് ചെന്ന് വലിയ മുളവടി കൊണ്ടാണ് അടിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്കാണ് അടിക്കുന്നത് വലിയ മുളവടി കൊണ്ട്. ആ രീതിയിലായിരുന്നു ഇന്നലെ ആ സമരത്തെ പോലീസ് നേരിട്ടത്. ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് ആരുടെ കീഴിലാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. അതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷായുടെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസാണ് ഈ സമരത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തത്. അതാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. ഇന്ന് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും സമ്മേളിച്ചപ്പോൾ 2 സഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭയിലെ രാഹുൽ ഗാന്ധി, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, എഴുന്നേറ്റ് നിന്ന ഉടൻ തന്നെ സഭ പിരിച്ചുവിടും. അങ്ങനെ ഒരു വാക്ക് പോലും സഭയിൽ ശബ്ദിക്കാൻ, വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ ഇന്ന് സമ്മതിച്ചില്ല. അതേ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കറെ കണ്ട് ഈ വിഷയം ഉന്നയിക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞു. സ്പീക്കർ അനുമതി നൽകി. 12 മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ ലോക്സഭയിൽ വിഷയം ഉന്നയിക്കാം എന്ന് സ്പീക്കർ ഉറപ്പ് നൽകി. പക്ഷേ 12 മണിക്ക് സ്പീക്കർ ലോക്സഭയിൽ വന്നില്ല. സ്പീക്കർ ലോക്സഭയിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ വീണ്ടും സഭ പിരിച്ചുവിട്ടു. അങ്ങനെ ഇന്നത്തേക്ക് 2 സഭകളും പിന്നീട് പിരിയുന്ന കാഴ്ചയായിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ നാളെ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അവിടെ എത്തുകയും ചെയ്തു. നേരത്തെ നമ്മുടെ റിപ്പോർട്ടിലൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 12 വർഷത്തിൽ, അതായത് ഡൽഹിയുടെ ചരിത്രത്തിൽ 2014 ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ 7RCR എന്ന് പറയുന്ന ഇന്നത്തെ ലോക് കല്യാൺ മാർഗ് എന്ന് പറയുന്ന ആ വസതിക്ക് മുമ്പിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇതിനു മുൻപ് അങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് നടന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 2008-ലോ 2009-ലോ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഹുറിയത്ത് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അന്ന് മൻമോഹൻ സിംഗിനെ കാണാനായി ഒരു ചർച്ചയ്ക്ക് വന്നു. അന്ന് ആ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹുറിയത്ത് നേതാക്കൾ അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഒരു പ്രതിഷേധ നടത്തിയിരുന്നു. അതാണ് ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് സമരത്തിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുക. പ്രധാനമന്ത്രിയുടെ നിഴൽ. പ്രധാനമന്ത്രിയെ നിഴൽ പോലെ നടന്ന് പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവ്.
ക്യാബിനറ്റ് റാങ്കുള്ള ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശത്തേക്ക് അയച്ച ചരിത്രമുണ്ട് ഇന്ത്യക്ക്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് UN-ൽ സംസാരിക്കാൻ അയക്കുന്നത്. അപ്പം നമുക്കറിയാലോ, ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് തുല്യമായി തന്നെ രാജ്യത്ത് കാണുന്ന ഒരു നേതാവാണ്. പ്രതിപക്ഷ പ്രതിപക്ഷത്തിനാണ് നമ്മൾ PAC-യുടെ ചുമതല കൊടുക്കുന്നത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എന്തുകൊണ്ടാണ്? ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ പരിശോധിക്കാനുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? പ്രതിപക്ഷത്തിന്റെ നേതാവായിരിക്കും. അത് ഇപ്പോൾ KC വേണുഗോപാലാണ്. അപ്പോൾ പ്രതിപക്ഷത്തിനാണ് ആ ചുമതല. അതായത് സർക്കാരിനെ തിരുത്താൻ, സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള ചുമതല പ്രതിപക്ഷത്തിനാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ആ നിലയിലാണ് ഇന്ത്യയിലെ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിന് ആ നിലയിൽ വലിയ സ്ഥാനമുണ്ട്. ആ നേതാക്കളാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിലെത്തിയത്. ഈ നേതാക്കളെ കണ്ടാൽ എന്ത് സംഭവിക്കും മോദിക്ക്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണണം, പ്രധാനമന്ത്രിയെ കണ്ട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾ വന്നതാണ്. പ്രധാനമന്ത്രി പാർലമെൻറ്റിലില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വരുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് വരുന്നത്. ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രിമാരെ കാണാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോയിട്ടുണ്ട്. ഇതേ വസതിയിൽ പോയിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജ്, അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന LK അദ്വാനിയെ പോലുള്ള നേതാക്കൾ, അതിനു മുൻപ് പ്രധാനമന്ത്രിമാരായിരുന്ന ഏതൊക്കെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് അവരെയൊക്കെ കാണാൻ ആ കാലത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രിമാരുടെ വസതിയിൽ പോകാറുണ്ട്, കാണാറുണ്ട്, വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്, വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുന്നത്. എന്താണ് സംഭവിക്കുക ഈ പ്രതിപക്ഷ നേതാവിനെ കണ്ടാൽ? ഇവർ ആക്രമിക്കാൻ വന്നതല്ലല്ലോ, പ്രധാനമന്ത്രിയെ അപകടപ്പെടുത്താൻ വന്നതല്ലല്ലോ, അതീവ സുരക്ഷാ മേഖല എന്നാണല്ലോ പറയുന്നത്. ഇവരൊക്കെ അതീവ സുരക്ഷാ വലയത്തിനകത്ത് പോകുന്ന ആളുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് Z കാറ്റഗറി സുരക്ഷയുണ്ട്. ആ സുരക്ഷയുള്ള നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വരികയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിനെ കാണാൻ കഴിയാത്തത്? കഴിഞ്ഞ 12 വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തേക്ക് പോകാൻ തന്നെ പറ്റില്ല. ആ രീതിയിലാണ് നിലവിലെ സുരക്ഷ എന്ന് പറയുന്നത്. ഏതായാലും ആ സുരക്ഷയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. ഇങ്ങനെയൊരു സമരം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു. ആ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ വലിയ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ആ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ആ സമരത്തെ ഇന്ന് ഡൽഹി പോലീസ് കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് തീർച്ചയായും അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് LK അദ്വാനി ഉൾപ്പെടെയുള്ളവരെ, അതുപോലെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇതുപോലെ ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയൊന്നും ആയിരുന്നില്ല. വലിച്ചിഴച്ച് അതിക്രൂരമായി ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാനെത്തിയ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയൊന്നും ഇതിനു മുൻപ് ഇന്ത്യൻ ചരിത്രം കണ്ടിട്ടില്ല, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം കണ്ടിട്ടില്ല, രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ടില്ല. ആ നിലയിൽ അതിക്രൂരമായിട്ടാണ് ഈ നേതാക്കളെ കൈകാര്യം ചെയ്തത്. അവരെന്ത് അപകടം ഉണ്ടാക്കാൻ അവിടെ വന്നത്? എന്ത് അപകടമാണ് ഇവരവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അവരെ കണ്ട് അവരുടെ ഭാഗം കേൾക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് അപ്പോൾ ഭയമാണ്. ഇതിനോട് നേരിട്ട് പ്രതികരിക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഭയപ്പെടുകയാണ്. ഇന്നലത്തെ സമരത്തെ കേന്ദ്ര സർക്കാർ ഭയപ്പെട്ടു, ഇന്ന് പ്രതിപക്ഷത്തെ കേന്ദ്ര സർക്കാർ ഭയപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കൂ, നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടില്ല, പുറത്ത് പ്രസ്താവന നടത്തിയിട്ടില്ല. ഇന്ന് ഇന്ത്യ സഖ്യം യോഗത്തിൽ വന്നിട്ട് പറയുകയാണ് ഇതിൽ ശക്തമായ NDA യോഗത്തിൽ വന്ന് പറയുകയാണ് ഇന്ന് ശക്തമായ നടപടിയെടുക്കും, ഇനി ഇത് ആവർത്തിക്കില്ല. അത് അവിടെയല്ല പറയേണ്ടത്, ഈ രാജ്യത്തോട് പറയണം, ഇന്ത്യയോട് പറയണം, പാർലമെന്റിൽ വന്ന് പ്രധാനമന്ത്രി പറയണം ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും എന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ എല്ലാം ഉള്ളത്. എന്തുകൊണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത്? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ഭയപ്പെടുകയാണ്. അത് ഇന്നലത്തെ സമരത്തെ ഇനി വരാനിരിക്കുന്ന സമരങ്ങളെ. തീർച്ചയായും പ്രതിപക്ഷം തെരുവിലേക്കോ എന്ന ചർച്ച നമുക്ക് തുടരാം. മധു, പ്രതിപക്ഷം തെരുവിലോ? പ്രതിപക്ഷം തെരുവിലാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ തെരുവിലാണ് എന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നമ്മളെല്ലാ കാലത്തും ഏറെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒന്നാണ്. ലോകത്തെ ജനാധിപത്യങ്ങളുടെ മാതാവ് എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി ലോകം മുഴുവനും നടന്ന് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക്. അവരൊക്കെ ലോകത്തെ സമാധാനം കാണണമെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കൂ എന്നാണ് ലോകത്ത് മുഴുവനും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഇതിൽ
ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഏറ്റവും ജനുവിനായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്. അത് വലിയ തോതിൽ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് CJP ഇത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയായി തന്നെ ഏറ്റെടുക്കുകയും ഒരു പ്രഖ്യാപിതമായ വളരെ സംഘടിതമായ ഒരു സമരത്തിന് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് ഏതാണ്ട് ഒരു മാസം തുടരുന്നു. പാർലമെന്റ് സമ്മേളനം വരുന്നു. ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം പാർലമെന്റ് കവാടത്തിലേക്ക് അവരൊരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിനെ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് ദില്ലി പോലീസ് നേരിട്ടത്. നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ തല നോക്കി രണ്ടു കൈയും ചുരുട്ടിയിടിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. അവരെ തല്ലി തല്ലി പൊട്ടിപ്പോയ ഫൈബർ ലാത്തികൾ നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ പുറത്ത് അവിടെ അവരെ അനുകൂലിച്ചെത്തിയ മനുഷ്യരുടെ ശരീരത്തിൽ ഇന്ന് മുസ്ലിം ലീഗിന്റെയും RSPയുടെയും MP-മാർ അവർ കേരള ഹൗസിൽ നിന്നൊരു മാർച്ചായിട്ട് ജന്തർ മന്ദറിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ ആ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വസ്ത്രമൊക്കെ ഉയർത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി തൊടുന്ന സമയത്ത് അയാൾ തുടരുതെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. എന്താ മേല് മുഴുവനും വേദനയാണ്, അതുകൊണ്ട് തുടരുതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഈ പോലീസ് ഭീകരത ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇന്നലെ റഹീം MP നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നിട്ട് പറയുന്നത് നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും, അതായത് ജന്തർ മന്ദറിന്റെയോ ഈ പാർലമെന്റിന്റെ കവാടത്തിലോ മാത്രമല്ല, നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പോലീസിന്റെ ഈ അധമത്വം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ ഇന്റർനെറ്റ് നിരോധിച്ചു ഇന്നലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാർത്തകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് നിരോധനം ഉണ്ടാകുന്നത്. എന്നിട്ട് പോലീസ് അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു ഇന്നലെ. സമാനമായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ നേരത്തെ സുനിൽ സാർ വളരെ വിശദമായി പറയുകയും ചെയ്തു, ഒരു അക്ഷരം മിണ്ടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തെ ഇത്രയധികം പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് ആ വിഷയം ചർച്ച ചെയ്യാനല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തിനാണ് ഒരു ജനാധിപത്യ വേദി എന്നത് നമ്മൾ ചിന്തിക്കേണ്ടേ? ഈ വിഷയം ചർച്ച ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ജനാധിപത്യത്തിനൊരു ശ്രീകോവിൽ? അവിടെ നമ്മൾ എന്തിനാണ് അയച്ചിരിക്കുന്ന MP-മാർ? എന്തിനാണ് അവിടെ ഒരു ചർച്ചാവേദി? ഈ വിഷയം ചർച്ച ചെയ്യാനല്ല എങ്കിൽ, രാജ്യം ഇത്രയും കലുഷിതമായ സങ്കടകരമായ മനസ്സോടുകൂടി ചർച്ച ചെയ്യുന്ന ഈ വിഷയം ചർച്ച ചെയ്യാനല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത് എന്നൊരു ചോദ്യം എവിടെയില്ലേ? അങ്ങനെ ഒരു വാക്ക് മിണ്ടാൻ അനുവദിക്കുന്നില്ല. എന്നിട്ട് മിണ്ടിക്കളയാമെന്ന് പറഞ്ഞതിന് ശേഷം ആ അനുവാദം കൊടുത്ത സ്പീക്കർ അവിടേക്ക് ചെല്ലുന്നില്ലെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ ആ വാക്ക് പൊളിവാക്കായി കൊടുത്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകേണ്ട എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രതിപക്ഷം അവിടെ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാമെന്ന രാഷ്ട്രീയ തീരുമാനമെടുത്താണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിൽ നിന്ന് നേരിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു നീക്കം ദില്ലി പോലീസ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ദില്ലി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന് സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ്? അതിനു മുന്നിലേക്ക് ബാരിക്കേഡ് വെച്ച് തടയേണ്ടത് എവിടെയാണ്? പോകാൻ കൃത്യമായ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തയിടത്തേക്കാണ് പ്രതിപക്ഷം ചെന്നത്. അങ്ങനെ ഒരു ആപത്സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തടയണമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം കുറേയേറെ നേരം അവിടെ സമരം ഉണ്ടാകുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. അവിടേക്ക് 2 തവണ ജിതേന്ദ്ര സിംഗ് എത്തുന്നുണ്ട്. ജിതേന്ദ്ര സിംഗ് ചർച്ച നടത്തുന്നു. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. എന്താണ് മുന്നിൽ വെക്കുന്ന വലിയ ഔദാര്യപൂർവ്വമായിട്ടുള്ള ഓഫർ എന്താണെന്നറിയാമോ? ചർച്ചയാകാമെന്ന് പാർലമെന്റിൽ ചർച്ചയാകാൻ പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ പോയി നിന്ന് സമരം ചെയ്യണോ? അതവരുടെ ഏറ്റവും നാച്ചുറലായ അവകാശമല്ലേ? അപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ പറയുകയാണ് പാർലമെന്റിൽ ചർച്ചയാകാം. ഇതേ പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷം അവിടെ അപമാനിക്കപ്പെട്ടത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് പോയി നിന്നതിന് ശേഷം, ഈ സമരം നടത്തിയതിന് ശേഷം, ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് നീതിബോധമുള്ള പൗരന്മാരെല്ലാവരും, ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ജനുവിനാണെന്ന് വിചാരിക്കുന്നവരെല്ലാവരും ഈ സമരത്തിൽ പങ്കാളിയാകണം എന്ന എക്സ്പോസ്റ്റ് അടക്കം വന്നതിന് ശേഷം ജിതേന്ദ്ര സിംഗ് 2 തവണ വന്നിട്ട് പറയുകയാണ് ചർച്ചയായി കളയാമെന്ന്. അപ്പോൾ അങ്ങനെ കേന്ദ്രം 2 തവണ ദൂതയക്കുമ്പോൾ അണഞ്ഞു പോകുന്നൊരു സമരമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉണ്ടായത് എന്ന് ഭരണപക്ഷം തെറ്റിദ്ധരിച്ചു. ആ വാക്ക് അല്ലെങ്കിൽ ആ ഓഫർ പ്രതിപക്ഷം ഇന്ന് എടുത്തില്ല. അങ്ങനെയാണ് 6 മണിയായപ്പോൾ നമുക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു രാത്രിയിലേക്ക് ഈ സമരം നീളാൻ എന്തായാലും ദില്ലി പോലീസ് അനുവദിക്കില്ല എന്ന്. പക്ഷേ ദില്ലി പോലീസിന്റെ മാത്രമായ തീരുമാനമാണ് അതെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കൃത്യമായ സന്ദേശം എങ്ങനെയാണെങ്കിലും ഒഴിപ്പിക്കുക എന്ന സന്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദില്ലി പോലീസ് ഇതിന് മുതിരില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
അവിടെ നിന്ന് കെ.സി. വേണുഗോപാലിനെ അടക്കം രാഹുൽ ഗാന്ധിയെ അടക്കം പ്രിയങ്ക ഗാന്ധിയെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. കെ.സി. വേണുഗോപാൽ മുതിർന്ന നേതാവാണ്, പ്രായമുള്ളൊരു നേതാവാണ്. അദ്ദേഹം വീണു പോവുകയാണ്, അക്ഷരാർത്ഥത്തിൽ വലിച്ചിഴച്ചാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് വീണു പോകുന്നു, അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു, തള്ളി വാഹനത്തിലേക്ക് കയറുമ്പോഴത്തേക്കും പരിക്ഷീണനാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നതിനിടയിൽ ഫോഴ്സിനിടയിൽ വീണു പോവുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഹൈബി ഈഡനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, അങ്ങനെയുള്ള നേതാക്കളൊക്കെയുണ്ട്. അദ്ദേഹത്തിനൊപ്പമാണ് അഖിലേഷ് യാദവും ഉള്ളത്. രാഹുൽ ഗാന്ധി വീണു പോകുന്ന ഇടത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കാലിലും കയ്യിലും പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ആരെയാണ്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഏതു കാലത്താണ് ഇതുണ്ടായിട്ടുള്ളത്? രാജ്യം സ്വാതന്ത്ര്യാനന്തരം എത്രയോ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ടായിരുന്നു. ശരിയാണ്, വ്യാപകമായ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെ പ്രതിപക്ഷ മനോഭാവത്തെ ഒരൊറ്റ വ്യക്തി എന്ന നിലയ്ക്ക് കൈയാളുന്ന ഒരാളിനെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെയും ഒരു അധികാരിയും കൈകാര്യം ചെയ്തിട്ടില്ല. ആ നിലയ്ക്കുള്ള ബലപ്രയോഗം ഉണ്ടാവുകയാണ്. വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിന് പിടിച്ചാണ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നത്. ഈ നിലയ്ക്കുള്ള അതിക്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതുണ്ട്. നോക്കിപ്പം പാർലമെന്റിൽ ഇതിനു മുമ്പ് സോണിയാഗാന്ധിയും വാജ്പേയിയും ഒക്കെ നേരിട്ട് നിൽക്കുന്ന സമയത്ത് വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2002 വലിയ തർക്കം ഉണ്ടാകുന്നുണ്ട്. തർക്കം ഉണ്ടായതിനു ശേഷം വാജ്പേയി ഇറങ്ങി വരുന്നുണ്ട്, സോണിയാഗാന്ധിയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ രാഷ്ട്രീയ ആശയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടുറ്റു നോക്കുന്നുണ്ട് എന്ന്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന്, ഇവിടെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നതെന്ന് അവർ കാണുന്നുണ്ട് എന്നൊരു ബോധം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പുനഃപരീക്ഷ നടത്തിയില്ലേ അത്രേ? അതാണ് ചോദ്യം. പുനഃപരീക്ഷ നടത്തിയല്ലോ, പരീക്ഷ കഴിഞ്ഞ് അവർക്കൊക്കെ സീറ്റടക്കം കിട്ടിയല്ലോ, ഇനി എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. നാണമാകുന്നുണ്ടാവില്ലേ അങ്ങനെ ചോദിക്കാൻ? കാരണം ആ പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വർഷകാല സമ്മേളനത്തിന് തൊട്ടു മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, രാജ്യത്തെ യുവജനങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെന്ന്. ആ സ്വപ്നങ്ങൾ പകുതി വെച്ച് അവസാനിപ്പിച്ചു പോയ 14 കുഞ്ഞുങ്ങളുള്ള രാജ്യത്ത് ആ പുനഃപരീക്ഷ നടത്തിയാൽ തീരുന്നതാണ് ഉത്തരവാദിത്തം എന്ന് പറയാൻ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിണ്ടാതിരുന്നൊരു ഇന്ത്യയുണ്ട് കുറേ കാലം, മിണ്ടാതിരുന്ന ചോദ്യങ്ങളില്ലാതെ പോയൊരു ഇന്ത്യയുണ്ട്. മണിപ്പൂരിൽ നമ്മൾ അങ്ങനെയായിരുന്നു. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അവിടം കേന്ദ്രീകരിച്ച് നടത്തി. ശേഷം രാജ്യം ചോദിച്ചില്ല. കാരണം നമ്മളൊരു സുഖസുഷിപ്തിയിലേക്ക് പോയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന രാജ്യം കൂടിയാണിത്. എവിടെയാണ്, ഏതു ജയിലിലാണ് എന്നറിയാത്ത എത്രയോ മനുഷ്യർ ഈ കാലത്തുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പലരും അതിൽ ഒടുങ്ങിപ്പോയിട്ടുള്ളത് എന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോയ ഒരു രാജ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്തരമുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വലിയ ജനപങ്കാളിത്തം കൂടി ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മണിപ്പൂരിൽ പല സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായ സാഹചര്യങ്ങളിലൊക്കെ ഉറങ്ങിപ്പോയ, ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെട്ട ഒരു പ്രതിപക്ഷവും ഒരു ഇന്ത്യയും ഇന്ന് ചോദിക്കുകയാണ്. ഇതൊരു തുടർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ഒരു തുടർച്ചയുണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇന്ന് സമ്പൂർണ്ണമായ സമാധാനപരമായ സമരമാണ് അവിടെ നടന്നതല്ലേ. അത് പോലീസിന്റെ ബാരിക്കേഡ് മറച്ചു വെച്ചുകൊണ്ടല്ല അവരങ്ങോട്ട് പോയത്. അവിടേക്ക് പോകാൻ അനുമതിയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇപ്പുറത്തും നിന്നുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരം പൂർണ്ണമായും അവിടെ കൈകൊട്ടി നിന്നുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. ഒരായുധവും ആരും കൈവശം വെച്ചില്ലല്ലോ, പോകരുത് എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ആരും പോയിട്ടില്ലല്ലോ. ആ സമാധാനപരമായ സമരത്തെയാണ് ഈ ഉരുക്കുമുഷ്ടി കൊണ്ട് ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത്. എംപിമാരെയൊക്കെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഇറക്കി വിടുക, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇറക്കി വിടുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയ കുറേ കാലമായി ഇപ്പോൾ CJPയുടെ സമരം ഏതെങ്കിലും നാഷണൽ മീഡിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇന്നും ഏറെ നേരം എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ഈ അതീവ സുരക്ഷാ മേഖലയിലെ സമരം നടന്നത് എന്നുള്ളതാണ്. പിന്നീട് അക്രമം തുടങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് കണ്ണു തുറക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രജീബ് സർദേശയുടെ പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടു. ഏറെക്കാലത്തിന് ശേഷം റെയർ മൊമെന്റ് എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളെന്ന് നമ്മൾ അതായത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ ഇവിടെയാണെങ്കിൽ എങ്ങനെയാ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ നമ്മളെങ്ങനെയാ? അത് വളരെ കൃത്യമായി, കാരണം അത് ജനാധിപത്യത്തിന്റെ ചോദ്യമാണ്, ഉണ്ടാകാറില്ല. അവിടെ നിന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു. ആ ദേശീയ മാധ്യമങ്ങൾക്കെതിരെ കൂടിയാണ് CJP പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത് എന്നതുകൂടിയുണ്ട്. ദ നാഷൻ വാണ്ട്സ് ടു നോ എന്നൊക്കെ അലറി വിളിക്കുന്നവർ ഏറെ ഇപ്പോൾ കാലമായി നിശബ്ദമാണ്. ഇടയ്ക്കൊക്കെയോ എന്തോ വെളിപാടുകൾ ഉണ്ടായെന്നതിനപ്പുറത്തേക്ക്. അപ്പം ഇതൊന്നും രാജ്യത്തിന് അറിയണ്ടേ? 14 കുഞ്ഞുങ്ങൾ മരിച്ചത് എന്തിനാണ് എന്ന് രാജ്യത്തിന് അറിയണ്ടേ? ആ ചോദ്യങ്ങൾ ഉയർത്തിവരെയാണ് ഈ ഉരുക്കുമുഷ്ടിയും ഫൈബർ ലാത്തിയും കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതങ്ങനെ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് ആ ജനാധിപത്യത്തിന്റെ ഇന്ത്യ ആയിരിക്കില്ല. അതുകൊണ്ട് ഇതിന് തുടർ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നമുക്ക് ചർച്ച തുടരാം. പ്രതിപക്ഷം തെരുവിലോ എന്നതാണ് ചോദ്യം. ജനാധിപത്യത്തിലെ ഒരു കറുത്ത ദിനമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യ തലസ്ഥാനത്തെ തെരുവിൽ ഇന്ന് കണ്ടത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ തെരുവിൽ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ ഇന്ന് ഖാർഗെയുടെ പിറന്നാൾ ദിവസമാണ്. ഖാർഗെയും ആ രൂപത്തിൽ വലിച്ചു മാറ്റിയിട്ടുണ്ട്.
അവിടെ KC വേണുഗോപാലിനെ പോലെ മുതിർന്ന നേതാവ് താഴെ വീണു പോവുകയാണ്. അതിനുശേഷം പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിന് തള്ളിക്കൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. എന്താണ് ഈ സമരത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1.5 മാസമായി ഇവിടെ കോക്രോച്ച് പാർട്ടി എന്നൊരു രൂപത്തിലേക്ക് ഇവിടെ രാജ്യത്തെ യുവാക്കൾ ഒരു വിഷയവും ഉന്നയിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങിയിട്ട് പാറ്റകൾ എന്ന രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വിമർശിച്ച് പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഒരു വലിയൊരു ഓൺലൈൻ ക്യാമ്പയിനായി മാറുകയും പിന്നീട് ഒരു സമരരൂപത്തിലേക്ക് അത് മാറുകയും ചെയ്തിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ഈ കോക്രോച്ച് പാർട്ടി തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ ബലിയാടാകപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട 13 എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ 20ഓളം വിദ്യാർത്ഥികളെങ്കിലും ഉണ്ട്, 20ലധികമുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയായിരുന്നു ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ഒരു കുട്ടി തയ്യാറെടുക്കുക എന്ന് വെച്ചാൽ എത്രത്തോളം അത് സാമ്പത്തികമായും മാനസികമായും ബൗദ്ധികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂടിയാണ് ആ കുട്ടികൾ കടന്നു പോകുക എന്നുള്ളതാണ്. ആ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി ഒരുപക്ഷെ ദളിത് കുടുംബങ്ങളുണ്ട്, ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാശ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു സമ്മർദ്ദം ആ കുട്ടികൾക്കുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയവർ കൂടി ഈ പരീക്ഷ തട്ടിപ്പ് നടത്തിയവർ കാരണം ആ പരീക്ഷ മാറ്റിവെക്കുമ്പോൾ ഇനി അങ്ങോട്ടൊരു ഭാവിയില്ല, ഇനിയൊരു പരീക്ഷ എഴുതാനുള്ള ധൈര്യമില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ എന്ത് നടപടി സർക്കാർ എടുത്തു എന്നുള്ളതാണ്. എത്രത്തോളം ഉത്തരവാദിത്തരഹിതമായ പ്രതികരണമാണ്, എത്രത്തോളം പ്രതിഷേധങ്ങൾക്കൊടുവിലാണെന്ന് പ്രതികരിക്കാൻ തന്നെ തയ്യാറായിട്ടില്ല. പിന്നീട് വീണ്ടും ആ പരീക്ഷ നടത്തുന്നു. രാജ്യത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു പുനഃപരീക്ഷ നടത്തുന്നു. അങ്ങനെ പുനഃപരീക്ഷ ഫലവും വന്നു കഴിഞ്ഞ ശേഷം ഇനി എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയവരുടെ നഷ്ടവുമായി ബന്ധപ്പെട്ട് ആ നഷ്ടം നികത്താൻ അല്ലെങ്കിൽ നഷ്ടത്തോടെ എന്താണ് ഈ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട സർക്കാർ പ്രതികരിച്ചിട്ടുള്ളതെന്ന് ചോദ്യമുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കോക്രോച്ച് പാർട്ടി എന്ന രൂപത്തിൽ ജൻസികളുടെ സമരം വരുന്നത്. അതൊരു അരാഷ്ട്രീയ സമരം എന്ന രീതിക്ക് കാണാമായിരുന്നു. കാരണം അവർ ആ തുടങ്ങിയ സമയത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്. മോദിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുമായി അവർക്ക് ഹൈ റിഗാർഡായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം അവരുടെ സമരത്തോട് എടുത്തിരിക്കുന്ന സർക്കാരിന്റെ സമീപനമാണ് അവരുടെ നിലപാടാകെ തന്നെ മാറ്റിയത്. ആ സമരത്തിന്റെ രൂപം മാറുന്നു. അവിടേക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക് എത്തുന്നതോടുകൂടി ആ സമരത്തിന് സ്വഭാവം മാറി. ആ സമരത്തെ എങ്ങനെയൊക്കെയാണ് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച ആ സമരത്തെ പറഞ്ഞിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സമരത്തിന് വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഘടന രൂപീകരിക്കുക എന്നുള്ള ആരോപണം ഉയർത്തി. അതിനുശേഷം രാജ്യവിരുദ്ധരാണ് എന്നുള്ള സ്ഥിരം ഈ പ്രതിപക്ഷ സ്വരം ഉയർത്തുന്നവരെല്ലാം രാജ്യവിരുദ്ധരായി ചാപ്പകുത്തുകയാണല്ലോ ചെയ്യുക. അങ്ങനെ രാജ്യവിരുദ്ധരെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ആ വിഷയത്തോട് ഇവർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സോനം വാങ്ചുക് ആ സമരം ഏറ്റെടുക്കുമ്പോൾ മാഗ്സസെ അവാർഡ് ജേതാവ് വിദ്യാഭ്യാസ പ്രവർത്തകൻ അദ്ദേഹം ആ സമരമെടുക്കുമ്പോൾ ജനാധിപത്യ മാർഗത്തിൽ ഏറ്റവും സമാധാനപരമായി ഗാന്ധിയൻ മാർഗത്തിൽ നിരാഹാര സമരത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ അതിനെ ആ രൂപത്തിൽ ചാപ്പകുത്തി ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. സോനം വാങ്ചുക്കിന്റെ സമരം ഏറ്റെടുത്തോടു കൂടിയാണ് ആ സമരം വേറൊരു രൂപത്തിലേക്ക് മാറിയത്, വേറൊരു തലത്തിലേക്ക് മാറിയത്. ആ സമരം 21ാം ദിവസത്തിലാണ് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. എങ്ങനെയാണ് കൊണ്ടുപോയത് നമ്മൾ കണ്ടാണല്ലോ. വെളുത്ത തുണി എടുത്ത് മൂടിക്കൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും നടക്കാൻ വയ്യാതെ പിടിച്ച് പ്രവർത്തകർ കൊണ്ടുപോകുന്ന നമ്മൾ കാഴ്ചയാണ്. ആ മനുഷ്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ബലപ്രയോഗത്തിലൂടെയാണ് കൊണ്ടുപോയത്. അങ്ങനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ബലപ്രയോഗം നടക്കുന്നു. അപ്പോഴും കോടതി ആ വിഷയത്തിൽ ഇടപെടാതെ മാറി നിന്നു എന്നുള്ളതും ആ സമയത്തെ ഒരു കാഴ്ചയാണെന്നുള്ളതാണ്. ആ സമരത്തെ ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. പാർലമെന്റിൽ ഇന്നലെയും ഇന്നുമായി ഏത് വിഷയം ആദ്യം ഉന്നയിക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു ചർച്ച നടന്നിരുന്നു. അത് അയോധ്യ വിഷയം വേണമോ അതോ നീറ്റ് വേണമോ എന്നുള്ളത്. നീറ്റ് എന്ന രൂപത്തിലേക്ക് പിന്നീട് ആ തീരുമാനം വരികയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ആകെ തന്നെ നമുക്കറിയാം ഈ സോനം വാങ്ചുക് സമരം ചെയ്യുമ്പോൾ അവിടേക്ക് വന്നിരിക്കുന്ന നേതാക്കൾ യോഗേന്ദ്ര യാദവിനെ പോലെ ആപ്പിൽ നിന്നും നേരത്തെ വിട്ടുപോയ നേതാക്കൾ വരുന്നു. അതല്ലാതെ CPM CPI നേതാക്കൾ വരുന്നു. കോൺഗ്രസ് CJPയിൽ നിന്നും അല്പം അകലം പാലിച്ചാണ് നിന്നിരുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആപ്പിന്റെ നേതാവ് കേജ്രിവാൾ വരുന്നു. അവിടേക്ക് ആ സമരവേദിയിലേക്ക് നമ്മൾ കോൺഗ്രസ് നേതാക്കളെ കണ്ടില്ല. പക്ഷേ ഈ സമരത്തിന്റെ പ്രാധാന്യം, ഈ വിഷയത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ആ അജണ്ട ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് ഇന്നൊരു വലിയ സമരത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്നുള്ളതാണ്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം ഉയരേണ്ട എന്ന നിലപാട് ഈ കേന്ദ്ര സർക്കാർ എടുക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയല്ല, പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സമയത്തും പ്രതിപക്ഷം ഈ പാർലമെന്റ് ബഹിഷ്കരിച്ചിറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പല സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കാൻ നമ്മൾ കണ്ടു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുക തന്നെ എന്ന രൂപത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സ്പീക്കറെ കണ്ട് സംസാരിക്കുന്നു. ഈ സ്പീക്കറുമായി ബന്ധപ്പെട്ട് നേരത്തെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു വിമർശനം ഓർമ്മയുണ്ടല്ലോ. സ്പീക്കർ
എല്ലാവരെയും തുല്യരായി കണ്ട് സ്പീക്കർ അവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് സ്പീക്കർ. പക്ഷേ സ്പീക്കർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് അനങ്ങി എഴുന്നേറ്റ് കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ച, അതിനെ രാഹുൽ ഗാന്ധി ഒരു വർഷം പാർലമെന്റിനകത്ത് പരിഹസിച്ച് നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ആ സ്പീക്കർ ആദ്യം ഈ ചർച്ച സംസാരിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കാതിരുന്നു. അദ്ദേഹം തന്നെ പാർലമെന്റിലേക്ക് വന്നില്ല. അങ്ങനെയാണ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി തന്നെ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇന്ന് NDA യോഗത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതല്ല പ്രധാനമന്ത്രി പറഞ്ഞത്. അന്വേഷണം നടത്തിയല്ലോ, പരീക്ഷ നടന്നല്ലോ, 13 പേർ അറസ്റ്റിലായിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നടപടിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിന് പ്രതിഷേധം എന്ന രൂപത്തിലേക്കാണ് പ്രധാനമന്ത്രി എതിരെ കാണുന്നത്? എവിടെയാണ് പറയുന്നത്? നമ്മൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് നിഷ്കളങ്കമായി ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളും അവർക്ക് മറുപടി നൽകുന്ന പ്രധാനമന്ത്രിയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കോറായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ പ്രധാനമന്ത്രി എവിടെ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണ്ടേ? ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നു. ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും അനുഭാവമില്ലാത്ത, കോൺഗ്രസ് അല്ലാത്ത, CPM അല്ലാത്ത, ആം ആദ്മി പാർട്ടി അല്ലാത്ത സാധാരണ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന പാർട്ടികളെന്ന് പരിഹസിച്ച ഒരു വിഭാഗം യുവാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് ആരൊക്കെയാണ് ഇപ്പോൾ അനുകൂലമായിത്തിരിക്കുന്നത്? നമ്മൾ ആ വേദിയിലേക്ക് ഷബാന ആസ്മിയെ പോലുള്ളവർ കടന്നു വരുന്നത് കണ്ടു. ഇപ്പോൾ സോനാക്ഷി സിൻഹയെ പോലെ ഇപ്പോൾ BJPയുടെ നേതാവിൽ തന്നെ നിൽക്കുന്ന ശത്രുഘ്ന സിൻഹയുടെ മകൾ സോനാക്ഷി സിൻഹ പ്രതികരിക്കുന്നത് കണ്ടു. എന്തിന് മോഹൻലാലിന്റെ മകൾ വിസ്മയ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ യുവാക്കളൊന്നും രാഷ്ട്രീയമായ ചായ്വുള്ളവരല്ല. അവർ ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ, രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചാണ്. സോനം വാങ്ചുക് എന്താണ് പറഞ്ഞത്? ഇത് കേവലമായ ഒരു പരീക്ഷയുടെ വിഷയമല്ല, ഒരു പരീക്ഷയിൽ നടന്നിരിക്കുന്ന കള്ളത്തരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഈ പരീക്ഷ എഴുതി ഈ തരത്തിൽ പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള ഡോക്ടർമാരാകും? രാജ്യത്തെ ജനങ്ങളെ കൊല്ലുന്ന ഡോക്ടർമാരാകും, വ്യാജ ഡോക്ടർമാരാകും, വരുന്ന എഞ്ചിനീയർമാരാകും, നശിച്ചു പോകുന്ന വീണുപോകുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാരോ ആകും. അവരെയാണോ നമുക്ക് വേണ്ടത്, രാജ്യത്തിന് വേണ്ടത്? അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ദീർഘദൃഷ്ടിയോടെ കാണുന്ന ഒരു വിഷയമാണ്. ആ രൂപത്തിലാണ് സോനം വാങ്ചുക്കിനെ പോലുള്ളവർ ഈ സമരം ഏറ്റെടുത്ത്. അപ്പോൾ പ്രതിപക്ഷം ആ സമരം ഏറ്റെടുക്കുമ്പോൾ ഇന്ന് ജന്തർ മന്ദറിലേക്ക് CPM CPI MP മാർ നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു. അവർ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി CJPയുടെ സമരവേദിയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. കോൺഗ്രസ് ഇന്ന് ആ സമരത്തിന്റെ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ സമരത്തെ എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്തെന്നുള്ളതാണ്. ഇവിടേക്ക് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ 2 തവണ ചർച്ചയ്ക്ക് വിട്ടു എന്നുള്ളതാണ് സർക്കാർ ഒരു വലിയ കാര്യമായി പറയുന്നത്. ഇതുവരെ ഈ 1.5 മാസത്തിനിടയ്ക്ക് പരിഹരിക്കാത്ത വിഷയത്തിൽ പ്രതിപക്ഷം സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാർലമെന്റിൽ ഇന്ന് വാക്ക് പാലിക്കാത്ത സർക്കാർ ഇനി അങ്ങോട്ട് ചർച്ച അനുവദിക്കാമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം അപ്പോൾ തന്നെ അത് വിശ്വസിച്ച് ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണോ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്? അത് സ്വാഭാവികമായി നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഇന്നത്തെ സമരം ഇങ്ങനെ തന്നെ തുടരുമെന്ന് പറയുമ്പോൾ ജിതേന്ദ്ര സിംഗ് മടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് ലാത്തി ചാർജ് അല്ലെങ്കിൽ നേതാക്കളെ വലിച്ചിഴക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചോര പൊടിയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സമരത്തിൻ്റെതാകും. ഈ സമരത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന പോസ്റ്റുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അവർ നോട്ടപ്പുള്ളികളാകുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ ഡൽഹിയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ കണ്ടിട്ടുള്ളത്? ഈ സമരവേദിയിൽ നിൽക്കുന്ന ഈ അഭിഷേക് ദീപ്തിയെ പോലുള്ളവരുടെ അടുത്ത് പോയി ചെന്ന് ചോദിക്കുന്ന പ്രകോപനപരമായ ചോദ്യങ്ങൾ ചില മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ചില ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ സമരത്തെ മനുഷ്യമുഖത്തോടു കൂടി സമീപിക്കുകയാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ദുഃഖകരമായ വസ്തുതയാണ്. പക്ഷേ ഇതിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പമാണുള്ളത്. ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. 5 ആവശ്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ 3 ആവശ്യങ്ങൾ ഈ പറയുന്ന അഭിജിത് ദീപ്കെ പോലുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഈ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോടി വീതം നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യങ്ങൾ ഈ പറഞ്ഞ സോനം വാങ്ചുക്ക് അദ്ദേഹത്തിന് ഈ സമരം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കേണ്ടത് ഈ വേദിയിലെത്തിക്കൊണ്ട് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ഒരുക്കണമെന്ന് പറഞ്ഞു. നേരത്തെ നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ അല്പമൊക്കെ ഫലം കണ്ടു തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക്, നല്ലൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കുടുംബം സോനം വാങ്ചുക്കിന്റെ സമരത്തിന് എത്രത്തോളം പിന്തുണ നൽകുന്നത്, അദ്ദേഹത്തിന് ബലപ്രയോഗത്തോടെ ഭക്ഷണം നൽകരുതെന്ന് അദ്ദേഹത്തിന് ഭാര്യ ആവശ്യപ്പെട്ടത് കണ്ട്. അപ്പോൾ ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനതയെ ആണ് നമ്മൾ കാണുന്നത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ സമരത്തിനോടൊപ്പം നിൽക്കുന്ന ഈ ജനം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പ്രതിപക്ഷം ആ രൂപത്തിലേക്ക് ജനകീയ വിഷയം ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും
നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏത് സമയത്താണ് ഇന്ത്യ മുന്നണി ചിതറിത്തെറിച്ച് അവരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരു രൂപത്തിലേക്ക് ഭരണപക്ഷ പാർട്ടി വലിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ തകർക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഒന്നിക്കുന്ന കാഴ്ച കാണുന്നത്. കോൺഗ്രസ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒറ്റയ്ക്കാണ് സമരം നടത്തിയതെന്ന് കാണേണ്ടതില്ല. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒരുമിച്ചാണ്. പാറ്റകൾ വെറും ഈയാം പാറ്റകളല്ല, ഒരു തീ കണ്ടാൽ കത്തിത്തീരുന്ന ഈയാം പാറ്റകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ പാറ്റകൾ എന്നുള്ളത് പടരുക തന്നെയാണ്. അത് CJP എന്ന അരാഷ്ട്രീയ സംഘടന എന്ന പരിഹസിച്ച ഒരു സംഘത്തിൽ നിന്ന് പടർന്ന് അത് പ്രതിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാറ്റകളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. ആ പാറ്റകൾ ഇവിടെ ഒരു ജനാധിപത്യം കൃത്യമായി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ തിരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. വരുന്ന ദിവസങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട്, എടുക്കുന്ന സമീപനം വളരെ പ്രധാനമാണ്. നമുക്ക് ഈ കർഷക സമരത്തിൽ സർക്കാർ മുട്ടുകുത്തിയതുപോലെ ഈ വിഷയത്തിലും ജനകീയമായി ഈ സമരത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുകുത്തേണ്ടി വരും. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഒരു മന്ത്രിയുടെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ശാഠ്യം പിടിക്കുന്നത് മനസ്സിലാകുന്നില്ല. പല തവണ പുനഃസംഘടനയുണ്ടാകുമ്പോഴും പല മന്ത്രിമാരെ മാറ്റുന്ന നടപടിയിലേക്ക് പോയിട്ടുള്ള മോദി സർക്കാരാണ്. എന്തുകൊണ്ട് ഈ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ ഇങ്ങനെ ബലം പ്രയോഗിക്കുന്നു, ശാഠ്യം പിടിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയാനാവാത്ത വസ്തുത. തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ജനം മറക്കില്ല, തെരുവിലെ ആ കാഴ്ച ആരും മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷം തെരുവിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയില്ല, രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 180 രാജ്യങ്ങളിൽ 157ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ശേഷം 157ാമത് രാജഭരണമുള്ള രാജ്യങ്ങൾ വരെ നമ്മുടെ മുന്നിലാണ്. രാജഭരണമുള്ള രാജ്യങ്ങൾ വരെ, അതായത് ഈ പറയുന്ന കാടത്ത നിലപാട് സ്വീകരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. 2025 151 സ്ഥാനത്തായിരുന്നു. 2026 കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 157ാമത്തെ സ്ഥാനത്തേക്കത് 6 സ്ഥാനം കൂടെ കൂട്ടിക്കിട്ടി. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180 സ്ഥാനത്ത് പോയി നിൽക്കും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രാജ്യത്തെ യുവാക്കളും ജനങ്ങളും എവിടെ പ്രതികരിക്കണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് CJP രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ പുറകെ ആൾക്കാർ വന്ന് ഇതാണ് ശരി എന്ന് പറഞ്ഞ് അതിൻ്റെ കീഴിൽ വന്ന് മില്യൺ കണക്കിന് ആൾക്കാർ അതിൻ്റെ ഫോളോവേഴ്സായി ഒരു അഭിപ്രായം പറയുന്ന സ്ഥലത്തേക്ക് ഒരു രാജ്യം എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാളൊരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു ഓൺലൈൻ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് കാണുന്ന ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വാക്ക് ശരിയല്ല എന്ന് തോന്നി ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന് പ്രതികരിക്കാൻ പാകത്തിൽ ജനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിതിനെ വളരെ ചെറുതായി കാണണം എന്നുള്ളതില്ല. കാരണം എന്താണ്, ഇത് യുവാക്കളുടെ മാത്രം പ്രശ്നമായിട്ടും കാണേണ്ട കാര്യമില്ല. കാരണം വൃദ്ധരും യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നലെ നമ്മൾ ഈ CJPയുടെ സമരത്തിനെ ഡൽഹി പോലീസ് ചെയ്ത സംവിധാനം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. എമ്മാതിരി അടിയാണ് അടിക്കുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെ തല്ല? ഇത് മനുഷ്യ ശരീരമല്ലേ? മനുഷ്യ ശരീരത്തിൽ പണ്ട് മാധു പറയുന്ന പോലെ ഈ ലാത്തി വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് ചില്ലറയാണോ? ലാത്തി അല്ലാന്നേ, ഇത് വലിയ മുളക്കമ്പ് വന്ന് തലക്കടിച്ച് തലയൊട്ടി പൊട്ടുകയാണ്. ലോകത്തെവിടെയെങ്കിലും നടക്കും ഇങ്ങനെ? ലോകത്തേതെങ്കിലും രാജ്യം, ഇന്ത്യ പോട്ടെ, ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ കാടത്ത സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങൾ വരെയുണ്ടല്ലോ. പ്രധാനമന്ത്രിമാർ രാജാക്കന്മാരുണ്ടല്ലോ, ആ രാജാക്കന്മാരുടെ സൈന്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? തലയടിച്ച് പൊട്ടിക്കുകയാണ്, മുളക്കമ്പ് വെച്ച് തലയടിച്ച് പൊട്ടുകയാണ്. ഒരു സ്ത്രീ ഒരു കുട്ടി നടന്നു പോകുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത്, അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. തിരിച്ച് നടന്നോളം പറയും. തിരിച്ച് നടക്കുന്ന സമയത്ത് പുറകിൽ ഒരു അടി പുറത്തിട്ട് വെറുതെ പോലീസുകാരാണ് ചെയ്യുന്നത്. പുരുഷ പോലീസുകാരാണ് അടിക്കുന്നത്. അടിക്കുവാണ്. തിരിച്ചു പോകാൻ പറയുമ്പോൾ എന്നാൽ തിരിച്ചു പോവുകയാണ്. അവരത് കേട്ടിട്ട് തിരിച്ചു പോകണം. അവരെ പുറത്തിട്ട് അടിക്കുകയാണ്. കൂടെ ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് വീഴുന്ന ഒരുത്ത മനുഷ്യ തലമുടിയിൽ തൂക്കി പൊക്കുകയാണ്, എന്നിട്ട് അടിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതെങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ദേശീയ മാധ്യമങ്ങളെയൊക്കെ ഞാൻ സ്തുതിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളായി ഒരു മാധ്യമങ്ങൾ പോലും ഇത് ടേക്കപ്പ് ചെയ്യുകയോ വാർത്തയാക്കുന്നോ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ പറയുന്നത് പ്രതിപക്ഷം വളരെ സമയം അവസാനത്തെ സ്റ്റേജിലാണ് ഇത് ചെയ്തതെങ്കിലും എത്രയോ നാളുകൾ മുന്നേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിക്കേ, പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്താണ് പ്രശ്നം? ഇന്ത്യയുടെ MP-മാർക്ക് എന്താണ് പ്രശ്നം? MP-മാർക്ക് എന്താണ് വില ഇന്ത്യയിൽ എന്നുള്ളതാണ്. സോനം ബക്ചുക്കിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി കഴിയുമ്പോൾ അവിടെ കാണാൻ ചെല്ലുന്ന MP-നെ കയറ്റിവിടുന്നില്ല. അതാരാണ് തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആരെ കാണണ്ടാതെ തീരുമാനിക്കുന്നത്. ഇതിവിടെ ആരാണ് തീരുമാനിക്കുന്നത്? ഹോസ്പിറ്റൽ നിലപാടെടുക്കുകയാണ്, നിങ്ങൾ കാണണ്ട.
അതെങ്ങനെയാണ് പറ്റും? ഇന്ത്യയിലെ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MPയെ കാണണ്ട എന്ന് പറയുകയാണ്. ഇന്നലെ പിന്നെ CPM-ന്റെ MPയെ പോലീസ് തടഞ്ഞു വെക്കുക, CPM-ന്റെ പിന്നെ ജനറൽ സെക്രട്ടറിയെ തടഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം MP ID കാർഡ് എടുത്ത് കാണിക്കാനാണ് പറയുന്നത്. ID കാർഡ് എടുത്ത് കാണിച്ച് അവരോട് തർക്കിക്കുകയാണ്. കാരണം ഞാൻ ഇന്ത്യയുടെ ഒരു രാധാകൃഷ്ണനെ പറഞ്ഞു, രാധാകൃഷ്ണനെ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തെ തള്ളി മാറ്റുകയാണ്. ഒരു MPക്കൊക്കെ പുല്ലുവിലയാണ്. MLA-മാരുടെ കാര്യം പറയണ്ട, മന്ത്രിമാരുടെ കാര്യം പറയണ്ട. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണ സംവിധാനം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ട് ജനങ്ങൾ നിൽക്കുകയാണ്, എന്നിട്ട് എന്താണ് ശരിക്കും സംഭവം? നിങ്ങൾ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ഈ നീറ്റ് പരീക്ഷയിൽ അതിൻ്റെ അകത്ത് കൃത്രിമം നടത്തി ഒരു വിദ്യാർത്ഥി ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു സംവിധാനം എന്തിനാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ വെച്ചത്? എന്തിനാണ്? വൃത്തിയായി പഠിച്ച് നല്ല ഒരു ഭാവി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിൽ അഴിമതിയും അതിൽ കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ പറയുന്ന എക്സാമിനോടുള്ള ഒരു നീതിബോധം എന്ന് പറയുന്നത്? എങ്ങനെ കുട്ടികൾക്ക് അത് നോക്കി പഠിക്കാൻ കഴിയും? +2 കഴിഞ്ഞിട്ട് കാരണം ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തിലേക്ക് നമുക്ക് എത്ര എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്? ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? 7ാം ക്ലാസ് തുടങ്ങി അവരെ സ്വപ്നങ്ങൾ മുന്നിൽ വെച്ച് പഠിക്കുകയാണ്. ഞാൻ ഇതാവും, ഞാൻ എഞ്ചിനീയർ ആവും, ഞാൻ ഡോക്ടറാവും എന്ന് പറയുകയാണ്. അങ്ങനെ പഠിച്ച് എക്സാം എഴുതി പുറത്ത് വന്ന കുട്ടികളുടെ മുന്നിലാണ് പറയുന്നത്, ഇതാ ഞങ്ങളുടെ ചോദ്യപേപ്പർ ചോർന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു എക്സാം എഴുതിക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മളോട് തന്നെ ചോദിക്കുകയാണത്, എക്സാം വേറെ എഴുതി കഴിഞ്ഞില്ല, ഇനി എന്താണ് പ്രശ്നം എന്ന് രീതിയിൽ ചോദിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനൊരു ഉത്തരവാദി ഇല്ലാതാകുക എന്നുള്ളതാണ്. ആരാണ് ഉത്തരവാദി എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഈ ഒരു മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിന് ആൾക്കാർ ഒരു പോസ്റ്റിന് വരെ താഴെ വന്ന് പ്രതികരിക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇന്ന് രാഹുൽ ഗാന്ധിനെ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിലത്ത് കിടന്ന് കയ്യും കാലും പിടിച്ച് പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം പോകാൻ കൂട്ടാക്കുന്നില്ല, അവിടെ വിടണം, അവിടെ നിൽക്കാൻ പറയണം. മനസ്സിലായില്ലേ? ഇത് വലിച്ചഴിക്കുകയാണ്, നിലത്ത് കിടന്നിട്ട് കാല് പൊക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം അതിന് Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ്. എന്ത് സുരക്ഷയാണ് ഇന്നുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്? Z+ പ്രൊട്ടക്ഷൻ എന്തിനാണ്? Z+ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു മനുഷ്യനെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ പ്രധാനമന്ത്രിയെ പോലെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം കാണുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്ത് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കാൻ അധികാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. 10, 80, 85, 75 വയസ്സുള്ള ആൾക്കാരാണ്. ഒരു തള്ളു തള്ളിയാൽ പല അസുഖങ്ങളുള്ള, ഇപ്പം ഞാനൊരു KC വേണുപോലെ ഷുഗറൊക്കെ ഉള്ള ആളാണ്. ഒരു 4 തള്ളു ആരാണ് തള്ളുന്നത്? 10, 35, 40 വയസ്സ് പ്രായമുള്ള ആരോഗ്യദൃഢരായ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വലിക്കുകയാണ്. കൈ പറഞ്ഞു പോകും ചില ആൾക്കാരുടെയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് മല്ലികാർജുന ഖാർഗെ അവിടെ നിൽക്കുന്നത് വേറൊരാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ വലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറച്ച് മുമ്പ് അവിടെ നിന്ന് പോയിരുന്നു, പക്ഷെ അദ്ദേഹം വലിച്ചിട്ടുണ്ട്. അല്ല ഇത് നമ്മളെങ്ങനെയാണ്? അതുപോലെ തന്നെ പിന്നെ പ്രിയങ്ക ഗാന്ധിനെ കഴുത്തിന് പിടിച്ച് തള്ളിക്കയറ്റിയാണ്. ഞാൻ പറഞ്ഞത് കഴുത്തിന് പിടിച്ച് ഇത് എന്ത് ജനാധിപത്യമാണെന്നേ? സമരം ചെയ്യാൻ ഇന്ത്യയിൽ അധികാരമില്ലേ? ഞാൻ പറയുന്നത് എവിടെയാണ് മാധു, എവിടെയാണ് നിൽക്കുന്നത്? ഇത് ഞാനൊരു 3 ദിവസം സമരം കഴിഞ്ഞ സ്ഥലത്താണ് നമുക്കിത് പറയാം. ഒരു 4 ദിവസം സമരം കഴിഞ്ഞ സ്ഥലത്താണ് ഇത് പറയാം. 1 മണിക്കൂർ തികയുന്നതിന് മുൻപാ, അല്ലെങ്കിൽ 2 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ്. എവിടെയാണ് ഈ പ്രധാനമന്ത്രിയുടെ? കാരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണെന്നേ, ഇത് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയാണ്. ഇവരെയൊക്കെ ജനം തെരഞ്ഞെടുത്തതാണ്. അധികാരത്തിൽ നിന്ന് പോയാൽ ഇവരെല്ലാം ഒരു റൂമിൽ ഇരിക്കേണ്ട ആൾക്കാരാണ്, ഒരു സുരക്ഷയില്ലാതെ നടക്കേണ്ട ആൾക്കാരാണ് അല്ലേ? അധികാരത്തിൽ നിന്ന് പോയ ആൾക്കാർ ആർക്കെങ്കിലും സുരക്ഷ നമ്മൾ കാണുന്നുണ്ടോ? സുരക്ഷ കാണുന്നുണ്ടോ? ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇവർക്കൊക്കെ സുരക്ഷ കിട്ടുന്നത് അല്ലേ? ഇവർക്ക് ഈ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നമ്മൾ പണ്ട് പറയുന്നത് ED, ഇൻകം ടാക്സ്, GST പോലെയുള്ള സംവിധാനങ്ങളെല്ലാം പൂട്ടിക്കളയും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ സംഘടിതരല്ല. അപ്പം ഞാൻ പറയും, ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടു, അദ്ദേഹത്തെ കുറേ നാൾ ജയിലിലിട്ടു, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പൊളിച്ചു, എല്ലാ സ്ഥാനം കഴിഞ്ഞു, അദ്ദേഹം പുറത്തിറങ്ങി വന്നു. കാരണം സംഘടിതരല്ല. അവരെ ഒരാൾ പിടിച്ചാലോ വേറെ ഒരാൾ ചോദിക്കാൻ വരണ്ടേ? ആ ഒരു സംവിധാനം കഴിഞ്ഞ് 12 വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഒരാളെ പിടിക്കുമ്പോൾ ചോദിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക്. ഇന്നലത്തെ അടി കേരളം ഒരു മനസ്സാക്ഷിയുള്ള ഒരു നേതാവിനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്മാതിരി അടി എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് മാധു? ഒരു 18 വയസ്സോ 20 വയസ്സോ ഉള്ള കുട്ടികളെയാണ് തല്ലുന്നത്. അവരെന്താണെന്ന് ലോകം കണ്ടിട്ടില്ല.
അവരെന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഇത് പാറ്റകളാണ്, അവർക്ക് ഈ പറയുന്ന കഴിവുകളില്ല, അവരെ ആരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന്. ഏത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുക? ഇവർക്കുള്ളത്രയും. നമ്മൾ കേരളത്തിൽ പ്രളയം കണ്ടല്ലോ, പ്രളയത്തിൻ്റെ സമയത്ത് അന്ന് വരെ അതാണ് ഈ ഇവിടുത്തെ കുട്ടികൾ എന്താണ് ജങ്ക് ഫുഡ് കഴിച്ച് നടക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് കുട്ടികളാണ് കേരളത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയതല്ലേ. എത്ര പെട്ടെന്നാണ് നേപ്പാളിൽ പുതിയ സർക്കാർ വന്നു, പുതിയ പ്രധാനമന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത്. ആരാണ് മാറ്റം കൊണ്ടുവന്നത്? മാറ്റം കൊണ്ടുവന്നത് അവിടെ ജൻസിയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇതൊക്കെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എന്തുവെന്ന് പറയുന്നത്, ഇത് ആരെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ത്യയിൽ ആരെന്നറിയാതെ, നേരത്തെ സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഇത് ഏതോ ഒരു ആളില്ലാ കൂട്ടമാണ്, പേരില്ലാ കൂട്ടമാണ്, ഇതിനൊരു അതോറിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഈ അതോറിറ്റി ഇല്ലാത്തവർ ഒരേ കോഴ്സിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ ആൾക്കാർക്ക് മുഴുവൻ അങ്ങനെ ചിന്ത വന്നു, ഇതിങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നിന്നേ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലാണ് പോകുന്നത് എന്ന് ചിന്ത. കാരണം അവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നേ. പണ്ട് പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ആരെയും രാജ്യമല്ല, മനസ്സിലായില്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. നമുക്ക് പ്രതിഷേധിക്കാനും നമുക്ക് ഭരിക്കാനും നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാനും നമ്മളെ കൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേൽ അധികാരം നമ്മൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? നമ്മളെ ആര് ഭരിക്കണമെന്നും എങ്ങനെ ഭരിക്കണമെന്നും പറഞ്ഞ് തീരുമാനിക്കും. എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഏത് പഞ്ചായത്ത് തുടങ്ങി വാർഡ് മെമ്പറെ തെരഞ്ഞ് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലേ? അവരെ തിരഞ്ഞെടുക്കണോ എടുക്കണ്ടോ എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം അധികാരം 5 വർഷം കയ്യിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 10 വർഷം അധികാരത്തിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് രാജഭരണമാണ്, ഇത് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, ഇനി ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നാൽ ജനങ്ങൾ പ്രതികരിക്കും. ഇനിയിപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, ഒരാൾ പോലും പോസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ CJPൻ്റെ സമരം നമ്മൾ ഇന്നലെ രാവിലെ കാണുന്ന സമയത്ത് ഒരാൾ പോലും പോസ്റ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും നിങ്ങൾ നാളെ രാവിലെ ഇവരെല്ലാവരും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അടികൊണ്ട കുട്ടികൾ തിരിച്ചു വരികയാണ് പിന്നെയും. അടികൊണ്ട് തല്ലി ഓടിച്ച കുട്ടികൾ പിന്നെയും പോയി അവിടുന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? അതിനകത്ത് നുഴഞ്ഞ കയറ്റക്കാരുണ്ടെങ്കിൽ അത് നുഴഞ്ഞു കയറ്റാൻ വിടുന്നവർക്കായിരിക്കുമല്ലോ കറക്റ്റായിട്ട് അറിയാൻ കഴിയുക, അല്ലാത്തവർക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. പല ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന പോലീസുകാരുടെ ദൃശ്യം ഞാൻ പറയുന്നത് ജനാധിപത്യ രീതിയിൽ അല്ലാതെ പ്രവർത്തിച്ച് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ പോകുന്നില്ല. കണ്ടിരിക്കാം. ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിനെ അവിടെ വലിച്ചഴിച്ചിട്ട് പോയി, എന്ത് നടപടി ഉണ്ടാവുക? ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നടപടി. പക്ഷേ ഇതെന്താ, ഒരു കാര്യം ശരിയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാവും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് കൈവെക്കുമോ? ഉറപ്പായിട്ടും നിർദ്ദേശമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് സമരം നടത്തുകയാണ്, 1ാമത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം ഒരു ചർച്ച നടക്കുന്നു, പരാജയപ്പെട്ടു. പിന്നെ എന്താണ് ജനാധിപത്യ രാജ്യത്ത് എന്താ നടത്തുക? വീണ്ടും ചർച്ച നടത്തും. അങ്ങനെയാണ് സമരം അവസാനിപ്പിക്കുക. ഇത് എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും സമരം നടത്തുക. ആ കോഴ്സിന് അത് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. പക്ഷേ സമരം നടത്തുന്നവരെന്താ ആ കോഴ്സൊന്നും നോക്കാതെ തല്ലി വലിച്ച് ജയിലിൽ കൊണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി. ഡൽഹി പോലീസിൻ്റെ പുതിയ സംവിധാനം എന്നാണ് പറയുന്നത്, വണ്ടിയിൽ കയറ്റുക, ആളില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടുക, എന്നിട്ട് അവർ അങ്ങനെ തിരിച്ചു വന്നോണം എന്നുള്ള രീതിയിലേക്ക് ഒരു രാജ്യം പോകാന്ന് പറയുന്നത് കഷ്ടമാണ്. പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അതെ, പ്രിയങ്ക ഗാന്ധി മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷൻ, രാഹുൽ ഗാന്ധിനെ ഛത്രസാൽ സ്റ്റേഡിയത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊരു ഹരിയാന ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്. ഇങ്ങനെ പലയിടത്തായിട്ടായിരിക്കുകയാണ്. അതെ, അപ്പോൾ എന്തായാലും നാളെ പാർലമെന്റിൽ പോലീസ് സ്റ്റേഷൻ, നാളെ പാർലമെന്റിലേക്ക് അവർ എത്തുകയാണെങ്കിൽ, അല്ലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തുമല്ലോ. അങ്ങനെ ഈ ഡൽഹി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല തോന്നുന്നുണ്ടല്ലേ പാർലമെന്റ് ഉള്ള സമയത്ത്? അല്ല, 40 കിലോമീറ്റർ അപ്പുറത്ത് ബോർഡർ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടും. അല്ല, എന്തായാലും പ്രതിഷേധം, ഈ പ്രക്ഷോഭം അത് തുടരുമെന്നുള്ള കാര്യം പ്രതിപക്ഷം വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ സ്വഭാവം വേറെ രൂപത്തിലേക്ക് മാറുന്നു. ജനം ഒരുമിച്ചാണ് എന്നുള്ള കാര്യം കൂടി സർക്കാർ ഓർക്കുന്നത് നല്ലതാണ്. പ്രതിപക്ഷം തെരുവിലോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.